മനു എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിന്റെ ഭാര്യ എങ്ങാനും കണ്ടാൽ ഇന്നത്തോടെ നമ്മുടെ പരിപാടി അവസാനിക്കും. ശാരി പേടിയോടെ ചുറ്റും നോക്കി. അവൾ വരില്ല. ഞാൻ അവളെ ഉറക്ക ഗുളിക പാലിൽ പൊടിച്ചു കൊടുത്ത് നന്നായി ഉറക്കിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് ആർമാദിക്കാം. മനു ശാരിയുടെ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്തു. ശാരി കുറുകലോടെ അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരം തൻ്റെ ശരീരത്തിൽ അമർന്നപ്പോൾ മനുവിന് വികാരം അടക്കാനായില്ല. അവൻ അവളുടെ സാരി അഴിച്ചു മാറ്റി. എത്ര കണ്ടാലും അനുഭവിച്ചാലും എനിക്കെന്താ നിന്നെ മടുക്കാത്തതെന്ന് മനസ്സിലാവാത്തത്? ശരീര സൗന്ദര്യത്തിൽ നിന്നെ കടത്തിവെട്ടാൻ എൻ്റെ ഭാര്യയ്ക്ക് പോലും കഴിവില്ല. ഈർക്കിലിൽ തുണി ചുറ്റിയ പോലെയാണ് അവളുടെ കോലം. നീയാണെങ്കിലോ എല്ലാ ശരീരഭംഗിയും ഒത്തിണങ്ങിയ ഒരു ചരക്കും. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ഈ മനു നിന്റെ ചൂട് തേടി വരുന്നത്? മനു അവളുടെ ശരീരത്തിലൂടെ തൻ്റെ ചുണ്ടുകൾ ഇഴച്ചു. അവൻ്റെ സ്പർശനത്തിൽ ശാരി തരളിതയായിപ്പോയി. മനുവിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് ശാരി. മനുവിന് 30 വയസ്സുണ്ട്. ശാരിക്ക് 35 പ്രായം. ശാരി അവിടെ ജോലിക്ക് വന്നിട്ട് വർഷം 4 ഭർത്താവ് നേരത്തെ മരിച്ചുപോയി വിധവയായതാണ് ശാരി. തൻ്റെ മോനെ ബോർഡിംഗ് സ്കൂളിലാക്കിയ ശേഷം 4 വർഷമായി ശാരി ആ വീട്ടിൽ ജോലിക്ക് വന്നിട്ട്. ശാരിയുടെ ഉടയാത്ത ശരീര സൗന്ദര്യം കണ്ട് മനു ആകെ ഭ്രമിച്ചു പോയിരുന്നു. അവൾ ജോലിക്ക് വന്ന് മാസം ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ശാരിയെ വളച്ചെടുത്തു. ഭർത്താവിൻ്റെ മരണശേഷം ശാരി ഇതുവരെ ഒരു പുരുഷന്റെ സുഖം അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മനുവിൻ്റെ അറിയാത്ത മട്ടിലുള്ള തൊടലും പിടിക്കലും അവളെ അവനിലേക്ക് ആകർഷിച്ചു. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് മനു അടുക്കളയിലേക്ക് വന്ന് ശാരിയെ കടന്നു പിടിച്ചു. ആദ്യമൊക്കെ അവൾ എതിർത്ത് നിന്നെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കാതെ ശാരിയെ ചുംബിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തെ അമർത്തിയതും ശാരിയുടെ സകല കൺട്രോളും പോയി. അവൾ അവനു മുന്നിൽ വിധേയായി നിന്നുകൊടുത്തു. മനു പകർന്നുകൊടുത്ത സുഖത്തിൽ അവളെല്ലാം മറന്നു. അതായിരുന്നു തുടക്കം. പിന്നീട് എല്ലാ രാത്രികളിലും അതൊരു സ്ഥിരം കാഴ്ചയായി മാറി. മനുവിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം 1 മാസമായി അവരുടെ ശാരീരിക ബന്ധം നടക്കുന്നില്ലായിരുന്നു. ഭാര്യ സ്മിതയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് ശാരിയുടെ അടുത്ത് എത്തേണ്ടത് എന്ന ആലോചനയിലായിരുന്നു മനു. ഈ 1 മാസം മുഴുവനും അങ്ങനെയാണ്. രാത്രി പാല് കുടിക്കുന്ന സ്മിതയുടെ ശീലം കണ്ട് അവൻ അവളുടെ പാലിൽ ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്തത്. അങ്ങനെ സ്മിത ബോധം കെട്ടുറങ്ങിയ ആ രാത്രി അടക്കാനാവാത്ത കൊതിയോടെ മനു ശാരിയുടെ അടുത്തേക്ക് ഓടി വന്നു. അടുക്കളയോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിലാണ് ശാരി കിടക്കാറുള്ളത്. എൻ്റെ ഭർത്താവ് പോലും നീ തരുന്നത് പോലെയുള്ള സുഖം തന്നിട്ടില്ല മനു. നിന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നീയുമായി ഇനി ഇതുപോലെ ബന്ധപ്പെടരുത് എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ നീ എന്നെ തൊടുമ്പോൾ നിന്നെ എതിർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇത്രയും സുഖം തരാൻ നിനക്ക് മാത്രമേ കഴിയൂ. തന്നിലേക്ക് ഉയർന്നു താഴ്ന്ന മനുവിനെ ശാരി ആവേശത്തിൽ ഉമ്മ വെച്ചു. അവളുടെ ശരീരം മുഴുവനും അവൻ ചുംബനം കൊണ്ട് മൂടി. ഭാര്യയെ ഉറക്കിയിട്ട് ശാരിയുടെ അടുത്തേക്ക് പോകുന്നത് മനു ഒരു പതിവാക്കി. തൻ്റെ ഭർത്താവിന് വീട്ടിലെ വേലക്കാരിയോടുള്ള അടുപ്പം സ്മിതയിലും സംശയം സൃഷ്ടിച്ചിരുന്നു. അവൾ രഹസ്യമായി അവരെ നിരീക്ഷിക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് സ്മിതയ്ക്ക് ഉറപ്പായി. കാരണം ശാരി അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് മനു വെള്ളം കുടിക്കാൻ എന്ന ഭാവേന അടുക്കളയിലേക്ക് പോവുകയും ശാരിയെ തൊട്ടുരുമി നിൽക്കുന്നതും ഒരിക്കൽ സ്മിത കണ്ടു. ഒരു ദിവസം ശാരി അവൻ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് പിൻകഴുത്തിൽ ഉമ്മ വയ്ക്കുന്നത് യാദൃശികമായി സ്മിത കണ്ടുകൊണ്ടുവന്നു. അതോടെ ഇരുവരും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് സ്മിതയ്ക്ക് ഉറപ്പായി. അവരെ കയ്യോടെ പൊക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അല്ലാതെ ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് വിശ്വസിക്കില്ലെന്ന് അവൾക്കറിയാം. കാരണം ശാരി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. എല്ലാവർക്കും അവളെ നല്ല വിശ്വാസവുമാണ്. ഇങ്ങനെ ഒരു കാര്യം മറ്റുള്ളവരോട് താൻ പറയുമ്പോൾ അതിന് തെളിവ് വേണമെന്ന് അവൾ ചിന്തിച്ചു. രാത്രി താൻ ഉറങ്ങിയതിനു ശേഷം മനു വേലക്കാരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്ന് സ്മിത സംശയിച്ചു. അന്ന് രാത്രി പാല് കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്ന സ്മിത ഭർത്താവ് തൻ്റെ പാലിൽ എന്തോ കലക്കുന്നത് അവൾ കണ്ടു. അങ്ങനെ സംശയം തോന്നിയ അവൾ അന്ന് രാത്രി പാല് കുടിക്കാതെ ഉറങ്ങി. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ താൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മനു വാതിൽ തുറന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് ഉറക്കം നടിച്ചു കിടക്കുന്ന സ്മിത അറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ മൊബൈലും എടുത്ത് ശാരിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അടുക്കളയോട് ചേർന്നുള്ള ശാരിയുടെ മുറിയിൽ അവൾ വെളിച്ചം കണ്ടു. മനുവിൻ്റെ അച്ഛനും അമ്മയും അന്ന് വീട്ടിലില്ലാത്ത ദിവസമായിരുന്നു. അവർ മനുവിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഇനി വരൂ. സ്മിത അവരുടെ മുറിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. വാതിൽപ്പാളി ചാരിയിട്ടേ ഉള്ളായിരുന്നു. സ്മിത കിടന്നുറങ്ങുന്നത് കൊണ്ട് ആരും അവിടേക്ക് വരില്ല എന്നുള്ള ധൈര്യമായിരുന്നു അവർക്ക്. വാതിൽപ്പാളിക്കിടയിലൂടെ അകത്തേക്ക് നോക്കിയ സ്മിത ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. തൻ്റെ ഭർത്താവും അവിടുത്തെ വേലക്കാരിയും കൂടി പൂർണ്ണ നഗ്നരായി കട്ടിലിൽ കിടന്ന് കെട്ടിമറിയുകയാണ്. സെക്സിൽ തൻ്റെ ഭർത്താവ് വേലക്കാരിയോട് കാണിക്കുന്ന ആവേശം ഒരിക്കൽ പോലും തന്നോട് കാണിച്ചിട്ടില്ല എന്ന് സ്മിത ഓർത്തു. അവൾക്കിരുവരെയും അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം തോന്നി. തന്നെ ചതിച്ചതിന് മനുവിനെ ഒരുപാട് പഠിപ്പിക്കണമെന്ന് തന്നെ സ്മിത തീരുമാനിച്ചു. അവൾ തൻ്റെ മൊബൈലിൽ മനുവിൻ്റെയും ശാരിയുടെയും കാമകേളികൾ പകർത്തി. ആ വീഡിയോ 2 ദിവസം കഴിഞ്ഞ് മനുവിൻ്റെ അച്ഛനെയും അമ്മയെയും കാണിക്കാൻ അവൾ തീരുമാനിച്ചു.
തൻ്റെ ഭർത്താവ് തന്നോട് കാണിച്ച വിശ്വാസവഞ്ചന ഓർത്ത് സ്മിതയ്ക്ക് നല്ല വിഷമവും തോന്നിയിരുന്നു. അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്മിത തൻ്റെ മുറിയിലേക്ക് ഓടി. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ശാരിയുടെ സീൽക്കാര ശബ്ദങ്ങളും മനു അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും സ്മിതയുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. വെളുപ്പിനെ എപ്പോഴോ തളർന്ന അവശനായി തൻ്റെ അരികിൽ വന്നു കിടക്കുന്ന മനുവിനെ വെറുപ്പോടെ സ്മിത നോക്കി. 2 ദിവസം കഴിഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ സ്മിത ആ വീഡിയോ അവരെ കാണിച്ചു കൊടുത്തു. കൂടാതെ അവൻ്റെ എല്ലാ ബന്ധുക്കളോടും അവൾ മനുവിനെ വേലക്കാരിയുമായുള്ള അവൈധ ബന്ധം തുറന്നടിച്ചു. തന്നെ ചതിച്ചതിന് അവൾ മറ്റുള്ളവർക്ക് മുൻപിൽ അവനെ നാണം കെടുത്തിക്കൊണ്ടാണ് പ്രതികാരം വീട്ടിയത്. അങ്ങനെ മനുവിൽ നിന്നും സ്മിതയ്ക്ക് ഡിവോഴ്സും അനുവദിച്ചു കിട്ടി. തങ്ങളുടെ ബന്ധം എല്ലാവരും അറിഞ്ഞ് ആകെ നാണക്കേടായപ്പോൾ ശാരി തന്നെ കല്യാണം കഴിക്കാൻ മനുവിനെ നിർബന്ധിച്ചു. വീട്ടിലെ വേലക്കാരിയെ വിവാഹം കഴിക്കാൻ അവൻ വിസമ്മതിച്ചുവെങ്കിലും അവൻ്റെ കുഞ്ഞ് ശാരിയുടെ വയറ്റിൽ ജന്മം കൊണ്ടു കഴിഞ്ഞിരുന്നു. 4 മാസം ഉണ്ടായിരുന്നു ആ ഗർഭത്തിന്. അതോടെ ശാരി മനുവിൻ്റെ തലയിലായി. അവനത് സഹിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അവരെ കല്യാണം കഴിപ്പിച്ചു. നാട്ടുകാർ കാണെ താലി കെട്ടിയതിനു ശേഷം പഴയ ആവേശത്തിൽ മനുവിന് പിന്നെ ശാരിയെ പ്രാപിക്കാൻ കഴിഞ്ഞതേയില്ല. അല്ലെങ്കിലും കട്ടു തിന്നുന്ന സുഖം മുന്നിൽ കൊണ്ടുവച്ചാൽ കിട്ടില്ലല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.